Reaching Starsലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഐസ്ക്രീം ആണ്. നമ്മൾ ഓറിയോ വെച്ചിട്ടാണ് ഐസ്ക്രീം ഉണ്ടാക്കുന്നത്. ഇത് ലോക്ക്ഡൗൺ സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. പക്ഷേ അതിന് മുന്നേ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്കിന്റെ ബട്ടൺ ഒന്ന് അമർത്തുക. പിന്നെ ബെൽ ഐക്കൺ ഒന്ന് ഓളിൽ സെറ്റ് ചെയ്ത് വെക്കുക. ഏറ്റവും ആദ്യം ഒരു ഗ്ലാസ് പാല് നമുക്ക് തിളപ്പിച്ചിട്ട് തണുപ്പിക്കാൻ വെക്കാം. സോ ഫ്രണ്ട്സ്, നമ്മുടെ പാല് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കുറച്ച് നേരത്തിന്. ഇനി നമ്മൾ ഓറിയോ പൊട്ടിച്ചിട്ട് ഒരു ബൗളിലേക്ക് ഇടണം. നിങ്ങൾക്ക് ഓറിയോ മാത്രമല്ല, നിങ്ങളുടെ വീട്ടിലുള്ള ഏത് ബിസ്ക്കറ്റ് യൂസ് ചെയ്യാം. ഓറിയോ നല്ലോണം പൊട്ടിച്ചിടണം. ഇത് കുറച്ച് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് നമുക്ക് ഓറിയോ ഒന്ന് പൊട്ടിച്ചിടാം. ഇത് വേണമെങ്കിൽ മിക്സിയിലിട്ട് അടിക്കും ചെയ്യാം, പൗഡർ ആക്കി എടുക്കാനും പറ്റും, ഇങ്ങനെ പൊടിച്ചിടാനും പറ്റും കേട്ടോ. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും ചൂസ് ചെയ്യാന്ന്. അപ്പോൾ ഇപ്പം എങ്ങാനും മധുരമില്ലാത്ത ബിസ്ക്കറ്റ്, ഈ മാരി ബിസ്ക്കറ്റ് പോലത്തെ ബിസ്ക്കറ്റാണ് യൂസ് ചെയ്യണമെങ്കിൽ പൗഡേർഡ് ഷുഗർ ഇട്ടാൽ മതി. ഇത് നമ്മൾ ഒരു പാക്കറ്റ് ഓറിയോ പൊട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര ഗ്ലാസ് പാല് മെല്ലെ മെല്ലെ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് നമുക്ക് നല്ലോണം ചമ്മന്തി പരുവാക്കി എടുക്കാം. ഞങ്ങൾക്കിപ്പോൾ കുറച്ച് ഓറിയോ കടിക്കാനും കൂടി വേണം ഐസ്ക്രീമിൽ. അത് കാരണം കുറച്ച് പാല് ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അതേപോലെ യൂസ് ചെയ്യാം. ഇത് നല്ലോണം മുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ആകുമ്പോഴേക്കും ഞാൻ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാം. സോ ഫ്രണ്ട്സ്, ഇതൊരു പുതിയ പ്രൊഡക്റ്റാണ്, നമ്മുടെ കടകളിലൊക്കെ കിട്ടും. ഇതാണ് ഐസ്ക്രീം ട്രേ. അപ്പോൾ ഇന്ന് ഇങ്ങനത്തെ ഒരു സ്റ്റിക്ക് കിട്ടുന്നുണ്ട്, പിന്നെ ഇങ്ങനത്തെ ഒരു ട്രേയും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ട്രേ ഇല്ലാത്ത ഡിസ്പോസബിൾ ഗ്ലാസ്സോ അല്ലെങ്കിൽ കുപ്പി ഗ്ലാസ്സിലോ ഇത് നിറച്ചിട്ട് ഒരു ഐസ്ക്രീം സ്റ്റിക്ക് ഇട്ട് വെച്ചാൽ മതി. അല്ലെങ്കിൽ ഐസ്ക്രീം ട്രേയിൽ ഈ മിക്സിനെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈർക്കലി കുത്തി വെച്ചാൽ മതി. പിന്നെ ഇപ്പോൾ ഗ്ലാസ്സിലൊക്കെയാണ് വെക്കണമെങ്കിൽ നിങ്ങൾ അത് ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്യാൻ മറക്കരുത്. കവർ ചെയ്തില്ലെങ്കിൽ അത് ഐസ് ആവില്ല. ഇത് നമ്മുടെ മിക്സ്ചർ റെഡി ആവുന്നുണ്ട്. ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനെ നേരെ നമ്മുടെ ഐസ്ക്രീം ട്രേയിലേക്ക് ഒഴിച്ചു വിടാം. ഞങ്ങളിതിൽ ഹാഫ് ഗ്ലാസ് പാല് ഫുള്ളായിട്ട് ഉപയോഗിച്ചിട്ടില്ല. ഇത് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഒന്നിൽ കുറച്ച് കുറവാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ പുറമെയൊക്കെ നമുക്കൊന്ന് തുടച്ചിട്ട് അതിൽ സ്റ്റിക്ക് ഇട്ട് വയ്ക്കാം. സോ ഫ്രണ്ട്സ്, ഇതാ നമ്മൾ തുടച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ എല്ലാവരും അമ്മമാർ ഉറങ്ങുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേടൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഒരു നല്ല പ്രവൃത്തിയാണ്. നമ്മളെല്ലാവരും ഉച്ചയ്ക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അടുത്ത ഉച്ചയ്ക്ക് ഇതെന്തായാലും നമുക്ക് കഴിക്കാൻ സെറ്റായി എടുക്കാം. ഇത് നമ്മൾ സ്റ്റിക്കൊക്കെ വെച്ചിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. സോ ഫ്രണ്ട്സ്, 12 മണിക്കൂർ കഴിഞ്ഞ് അത് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട്, അപ്പോൾ ഇപ്പം നമ്മൾ പുറത്തെടുക്കുന്നുണ്ട്. പുറത്തെടുത്തിട്ട് ഒരു ബൗളിൽ കുറച്ച് വെള്ളമാക്കി വെക്കണം. എന്നിട്ട് ആ ഒരു ട്രെയിനെ നമ്മൾക്ക് അതിൽ മുക്കിയിട്ട് പിന്നെ അതിനെടുത്താലാണ് അത് വരിക. സോ നമുക്കത് എടുക്കാൻ പോവാം. ഞങ്ങളിത് ഇതിനെ ജസ്റ്റ് ഒരു ബൗളിൽ വെള്ളമാക്കിയിട്ട് അതിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനൊന്ന് തുറന്ന് നോക്കാം. സോ ഫ്രണ്ട്സ്, ഇതാ നമ്മുടെ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സോ ഫ്രണ്ട്സ്, നമുക്ക് ഇത് ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ലോണം ഓറിയോൻ്റെ ടേസ്റ്റ് ഉണ്ട്. പിന്നെ അടിപൊളിയായിട്ടുണ്ട്. നല്ല തണുപ്പും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ 12 മണിക്കൂറാണ് ഞങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചത്. പിന്നെ ഇത് കുറച്ച് അലിഞ്ഞു പോയി, കാരണം കറണ്ട് ഉണ്ടായി ഇടയ്ക്ക് വെച്ചിട്ട്. അപ്പോൾ എല്ലാവരും ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.